ഇന്ന് നമുക്കൊരു കടലപ്പരിപ്പ് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് രാവിലെ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വെന്ത പരിപ്പ് നമ്മൾ മിക്സിൻ്റെ ജാറായിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2-3 ഏലക്ക, 1 കപ്പ് പഞ്ചസാര, പാല്, 1 കപ്പ് പാല്, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഇനി നന്നായിട്ട് മിക്സിയിൽ ജാറിലിട്ട് നമുക്ക് കറക്കിയെടുക്കാം. ഓക്കെ, ഇതിലേക്ക് മുട്ട ഇടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 4 മുട്ട ഞാൻ അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 4 മുട്ട 4 ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഓവനിൽ എയർ ഫ്രയറിലാണ് ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചൊരു എണ്ണ പുരട്ടി കൊടുക്കുക. നമുക്ക് മിക്സാക്കി വെച്ച ഈ മിക്സ്, നമ്മളിപ്പോൾ അടിച്ച് വെച്ച മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് വെച്ചിട്ട് കുറച്ച് എത്ര അതിൻ്റെ നമുക്കൊന്ന് നമുക്കിത് എത്ര സമയമാണ് എന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 160 വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് നമ്മളെ കേക്ക് എന്ന്. 25 മിനിറ്റാണ്, 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് 25 മിനിറ്റ് എന്നാണ് ഒരു അരമണിക്കൂറോളം നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആൻഡ് കേക്കാണ്. ഇത് ഓവനിൽ വെച്ചപ്പോൾ നമുക്ക് വറക്കാവത്തുണ്ട്. ഞങ്ങൾ കുക്കറിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് ഗൈസ്. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ്, നല്ല തിന്നായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു നല്ലൊരു കേക്ക്. ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല. അത് സൂപ്പർ. നമുക്കൊരു ഈസി ആയിട്ട് നമുക്ക് മക്കൾക്കൊക്കെ ചായക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.